Good morning. Good morning, Miss. Good morning, Miss. Good morning, ma'am. Good morning. Okay, Srishmi, Needu. Good morning. Keka, Vismaya. Okay, good morning. എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, ബിച്ചി, മാത്യു, മഞ്ജു. ഓക്കെ. എന്താണ് നീതു? മിസ്സിന് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തോ? മഴ കിട്ടിയോ? കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നല്ലൊരു മഴ പെയ്തല്ല? പെയ്തു അല്ലേ? ഓക്കെ. നല്ല മഴയായിരുന്നു. തന്നെ. പക്ഷെ നല്ല ചൂടുണ്ടല്ലേ? ഇത്തവണ ചൂടൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇടയ്ക്കൊരു മഴ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലാന്നല്ലേ? നല്ല മഴയായിരുന്നു അല്ലേ? അതെ അതെ അതെ, ശരിയാണ്. നല്ല ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് അത് ന്യൂനമർദ്ദത്തിന്റെ ആണെന്ന് തോന്നുന്നു. ന്യൂസ് പേപ്പറിൽ കണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച എല്ലാവരും? രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചില്ലേ? ഓക്കെ, കഴിച്ചില്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കേട്ടോ ക്ലാസ്സിലിരിക്കാന്. ഞാൻ കഴിച്ചു. ഞങ്ങൾ നേരത്തെ കഴിക്കും, ഇവിടേക്ക് വരണ്ടേ, നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇന്ന ചാപ്റ്റർ തീർക്കാം കേട്ടോ. മൊഡ്യൂള് 5-ലെ 5ാമത്തെ ചാപ്റ്റർ അല്ലേ? സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. കുറച്ചുകൂടെ പറയാനുള്ളൂ, ഇതോടുകൂടിയിട്ട് ആ ചാപ്റ്റർ അവിടെ തീരും കേട്ടോ. ഓക്കെ, നമുക്കത് തുടങ്ങാം. കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? അവിടെ വരെ എല്ലാവരും? ഓക്കെ, ജോയിനിങ് ഓർഡർ സ്റ്റാർട്ട് ചെയ്ത്. ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങള് നോക്കാം കേട്ടോ. ശരി. നമുക്കറിയാലേ, ജോയിനിങ് ഓർഡർ ആരാണ് സബ്മിറ്റ് ചെയ്യുന്നത്? എംപ്ലോയി ആണ് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെ? അവര് ജോയിൻ ചെയ്യുന്ന ഡേറ്റില് അവരെന്ത് ചെയ്യുന്നു? ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നു അല്ലെ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലെ? ജോയിനിങ് ഓർഡർ അല്ലെ? ജോയിനിങ് ഓർഡർ പറഞ്ഞു കഴിഞ്ഞില്ലേ? നമ്മള് പറഞ്ഞു കഴിഞ്ഞോ? അതിന്റെ സ്പെസിഫിക് നമ്മൾ പറഞ്ഞിരുന്നോ? പറഞ്ഞു. ഓക്കെ, ജോയിനിങ് ഓർഡറിന്റെ ആ ഒരു മോഡൽ അല്ലെ? ടു ദ ചെയർമാൻ ADA Institute of Medical Science Ernakulam, Kerala, through the General Manager to Human Resources. അല്ലെ? ഒരു ജോയിനിങ് ഓർഡറിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ഡിയർ സർ, വായിക്കണോ? നമ്മൾ വായിച്ചതാണോ? പറയാമോ ആരെങ്കിലും? ജോയിനിങ് ഓർഡർ നമ്മൾ ആ സ്പെസിമെൻ വായിച്ചിരുന്നോ? ഫോർമാറ്റ് ഓക്കെ, വായിച്ചിരുന്നു അല്ലെ? കാൻഡിഡേറ്റ് വരെ അല്ലെ? കാൻഡിഡേറ്റ് വരെ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞില്ല. ഓക്കെ, എക്സാമ്പിൾ മീൻസ് ആ ഒരു സ്പെസിമെൻ നമ്മള് പറഞ്ഞില്ല അല്ലെ? അത് ഫുള്ളാക്കിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കത് വായിക്കാം. ജോയിനിങ് ഓർഡർ അല്ലെ? ജോയിനിങ് ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു എംപ്ലോയി സബ്മിറ്റ് ചെയ്യുന്നതാണ് ജോയിനിങ് ഓർഡർ. അതായത് നമ്മൾ അവർക്കൊരു അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഓഫറിനകത്ത് എല്ലാവിധ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ അതെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസുകളെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ ആ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കൺഫർമേഷൻ കൂടിയാണ് അല്ലെ ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് സംവൺസ് ഓഫർ. ഒരാളുടെ ഓഫർ നമ്മൾ കൺഫേം ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. നമ്മൾ മീൻസ് ആ ഒരു എംപ്ലോയി കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, the aspirant who has received the offer of appointment should confirm in writing that he has accepted the offer of appointment. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് ടേംസ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് കൺഫേം ചെയ്തിട്ട് ആ ഒരു ആസ്പിരന്റ് അവര് സബ്മിറ്റ് ചെയ്യുന്ന, അതൊരു രേഖാമൂലം അവര് എന്താണ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇത് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി എന്താണ്? he or she can reject or ask for a modification in the offer of appointment on the terms and conditions not acceptable by them. ഇപ്പൊ നമ്മള് ഓഫറിൽ പറയുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒരുപക്ഷെ ആ ഒരു കാൻഡിഡേറ്റിന് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അങ്ങനെ അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്കത് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ അവർക്കത് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻസോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തണമെങ്കിൽ അതും വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാം. In that context, the company has the liberty to accept or reject their suggestions based on the necessity of the candidate. അപ്പൊ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് മാനേജ്മെന്റിന് വേണമെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ സജഷൻസ് വേണമെങ്കിൽ മാനേജ്മെന്റിന് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് അവർക്ക് റിജക്ട് ചെയ്യാം. പക്ഷെ അത് അവർ തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആ ഒരു കാൻഡിഡേറ്റിന്റെ നെസസിറ്റിക്ക് അനുസരിച്ചാണ്. ആ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ സ്ഥാപനത്തിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ എന്നതിന് അനുസരിച്ചിട്ടാണ് മാനേജ്മെന്റ് നമ്മുടെ തീരുമാനം എടുക്കുന്നത്. ചില ടാലൻസിന് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, ചില കാൻഡിഡേറ്റിനെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അവരുടെ ചില സജഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ മാനേജ്മെന്റ് തയ്യാറാവാം, അല്ലെ? ചിലപ്പോൾ മാനേജ്മെന്റിന് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ അവർക്ക് അത് റിജക്ട് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം മാത്രമുണ്ട് മാനേജ്മെന്റിന് ഉണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ എ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, if the aspirant is not ready to do night duty for whatever reasons, the company can summarily reject or accept it if the aspirant is that much important or an exclusive aspirant deemed necessary for the running of the hospital. ഇപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ എൻവയോൺമെന്റിൽ ഒരു കാൻഡിഡേറ്റിന് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ആ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് ഇതിനകത്ത് നൈറ്റ് ഡ്യൂട്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാൻഡിഡേറ്റിന് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് കഴിയില്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അതിലൊരു മോഡിഫിക്കേഷൻ, അതിലൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റിന് വേണമെങ്കിൽ ആ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാം. ഇനി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് മാനേജ്മെന്റിന് വേണമെങ്കിൽ ആ ഒരു സജഷൻ അവർക്ക് വേണമെങ്കിൽ ഓക്കെ, സോറി കേട്ടോ, ഒരു ഫോൺ വന്നതാണ്. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാണ്. ഞാൻ വണ്ടിക്ക് വരുന്ന അതുകൊണ്ട് ഇവിടെ എത്തുമെന്ന് വിളിക്കാറുണ്ട്, പിന്നെ വിളിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചതാണ്. ഓക്കെ, ഇപ്പൊ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റൂല. ശരി, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താ പറഞ്ഞത്? അപ്പോ ഒന്നുകിൽ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാം? അവരുടെ സജഷൻസ് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തിനനുസരിച്ചിട്ടാണെന്ന് അറിയാമോ? If the aspirant is that much important or an exclusive aspirant deemed necessary for the running of the hospital. അതായത് ആ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ സ്ഥാപനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന് കമ്പനിക്ക് തോന്നുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അവരുടെ സജഷൻ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ എന്താണ്
റണ്ണിങ്ങിന് ആ ഒരു വ്യക്തി വളരെയധികം അത്യാവശ്യമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന്റെ എന്താണ് ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൽ തെറ്റില്ല. അത് വേണമെങ്കിൽ മാനേജ്മെന്റിന് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ സാലറി ടേംസ് ആൾസോ ആസ്പിരന്റ് മേ നെഗോഷിയേറ്റ് ഈവൻ ആഫ്റ്റർ റിസീവിംഗ് ദ ഓഫർ വിച്ച് ദ കമ്പനി ക്യാൻ ആക്സെപ്റ്റ് ഓർ റിജക്ട് കേട്ടോ. അപ്പോ നമ്മള് ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല സാലറിയുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മള് അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുമ്പോഴും സാലറിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് അല്ലെ. പ്രതിമാസം ഇത്ര വരുമാനം, ഇത്ര സാലറി ഓഫർ ഒക്കെ ചെയ്തു, എല്ലാം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ ടേംസ് ആൻഡ് കണ്ടീഷൻസില് സാലറിയെ സംബന്ധിച്ച് വേണമെങ്കിൽ കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാം, മാനേജ്മെന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. മാനേജ്മെന്റിന് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ രണ്ടു കൂട്ടർക്കും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി once the offer is accepted, they will be required to issue a letter of joining confirming that they joined the organization as the offer of appointment. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഓഫർ അവര് സ്വീകരിച്ചു കഴിഞ്ഞാല്, ആ കാൻഡിഡേറ്റ് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അവരോട് മാനേജ്മെന്റ് എന്ത് ആവശ്യപ്പെടും, ഒരു ജോയിനിങ് ലെറ്റർ അല്ലെ, ഒരു ജോയിനിങ് ലെറ്റർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ജോയിനിങ് ലെറ്റർ സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ജോയിനിങ് ലെറ്റർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ജോയിനിങ് ഓർഡർ എന്ന് പറയാം. എന്താണ് ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ, ജോയിനിങ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ജോയിൻഡ് ദ ഓർഗനൈസേഷൻ ആസ് ദ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. അവിടെ ഉണ്ട് അതിന്റെ ഉത്തരം. എന്താണ് ജോയിനിങ് ഓർഡർ എന്നുള്ളതിന്റെ ആ ഒരു ആൻസർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. It is a document, അല്ലെ? It is a document that confirming the candidate joined the organization as the offer of appointment. അതായത് അപ്പോയിന്റ്മെന്റ് ഓഫർ അനുസരിച്ച് ആ ഒരു കാൻഡിഡേറ്റ് ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അവര് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്, ജോയിനിങ് ഓർഡർ അഥവാ ജോയിനിങ് ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ജോയിനിങ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്, നമ്മൾ മീൻസ് കാൻഡിഡേറ്റ് ആണ് അത് സബ്മിറ്റ് ചെയ്യുന്നത്. സോ അതിന് എങ്ങനെ വേണം ആ ഒരു ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യാനായിട്ട്, അതാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്. ജോയിനിങ് ഓർഡർ ഷുഡ് ബി അഡ്രസ്ഡ് ടു ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഓർ ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അണ്ടർലൈൻ ചെയ്യണം, or through the proper channel of the hospital as per the hospital address. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാവുന്നതാണ്, ഒരു ജോയിനിങ് ഓർഡർ ആരെയാണ്, ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെയാണ് നമ്മൾ അവിടെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഇതിൽ ആരെ വേണമെങ്കിലും ആവാം കേട്ടോ. ഒന്നുകിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളത് സബ്മിറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ HR മാനേജറുടെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളൊരു ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതും ഇങ്ങനെ ഓക്കെ, ഇത് കറക്റ്റ് ആണ്, HR ത്രൂ ദ പ്രോപ്പർ ചാനൽ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ അഡ്വൈസ് അനുസരിച്ച് അവര് പറയും ആരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് അവർ ആവശ്യപ്പെടും. അതനുസരിച്ച് ഇഷ്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി the date and time of joining along with the designation is also mandatory. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ജോയിനിങ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിക്കും? ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ജോയിനിങ്, നമ്മൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ്, അതുപോലെ തന്നെ ടൈം, ഏത് പൊസിഷനിലോട്ടാണ്, ഏത് ഡെസിഗ്നേഷനിലോട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളും അവിടെ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈം, ഡേറ്റ്, നമ്മൾ ഏത് ഡെസിഗ്നേഷനിലോട്ട്, ഏത് പദവിയിലോട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് കൂടെ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ് കേട്ടോ, നിർബന്ധമാണ്. ഇനി അടുത്തത് എന്താണ്? ആക്സെപ്റ്റൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ ടേംസ് and conditions of the hospital should also be mentioned in the joining order. Okay, ഇതിന് കൂടാതെ നമ്മൾ അവിടെ നിലവിലുള്ള ടേംസും കണ്ടീഷൻസും ഫ്യൂച്ചറിൽ വരാവുന്ന ഭേദഗതികളും എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ജോയിനിങ് ഓർഡറിൽ നമ്മൾ പരാമർശിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഷുഡ് ബി പ്രിഫറബിളി
in its own handwriting for maintaining its authenticity. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു authenticity, കാര്യം ജോയിനിങ് ഓർഡർ ആണ്, അതൊരു കാൻഡിഡേറ്റ് സബ്മിറ്റ് ചെയ്യുന്നതാണ്. സോ അതിന്റെ ഒരു authenticity, അതിന്റെ ഒരു ജെന്യുവിനിറ്റി ഉറപ്പുവരുത്താനായിട്ട് സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് പറയുന്നത്. എന്നിരുന്നാലും എന്താണ്, ഒഫീഷ്യൽ ഫോർമാറ്റ് ഈസ് ഫർണിഷ്ഡ് ഫോർ റെഡി റെഫറൻസ് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഒരു ഒഫീഷ്യൽ ഫോർമാറ്റ് ഉണ്ട്, റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് ഒന്നുകിൽ നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എംപ്ലോയി ആവാൻ പോവാണ്, അപ്പൊ നമ്മുടെ ആ ഒരു ജെന്യുവിനിറ്റി, ആ ഒരു ഉറപ്പുവരുത്താൻ, ആ ഒരു ഒതന്റിസിറ്റി ഉറപ്പുവരുത്താൻ ഇപ്പോഴും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ ആ ജോയിനിങ് ഓർഡർ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് കുറെ കൂടെ നല്ലതായിരിക്കും. പക്ഷെ അതിനും നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ ഫോർമാറ്റ് അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജോയിനിങ് ഓർഡർ ഇസ് എ document, it's an official document that confirming someone's offer of appointment, അല്ലെ? someone's offer അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം, നിങ്ങളുടെ ടെക്സ്റ്റിൽ സെന്റൻസ് തന്നെ വെച്ച് പറയുകയാണെങ്കിൽ it is a document that confirming that the candidate joined the organization as the offer of appointment. അതായത് ആ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ആ ഒരു ഓർഗനൈസേഷനെ ജോയിൻ ചെയ്തു എന്ന് കൺഫേം ചെയ്തുകൊണ്ടുള്ള ഡോക്യുമെന്റ് ആണ് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. വെറും കൺഫേം ചെയ്യലല്ല, അവര് പറഞ്ഞ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാണ് എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്ത ഡോക്യുമെന്റ് ആണ് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ജോയിനിങ് ഓർഡർ ആരെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? ഒരു ജോയിനിങ് ഓർഡർ ആരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അഥവാ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് നമ്മളൊരു ജോയിനിങ് ഓർഡറിൽ ഉൾപ്പെടുത്തേണ്ടത്? ജോയിനിങ് ടൈം, അതുപോലെ തന്നെ ഡേറ്റ്, പിന്നെന്താണ് ഡെസിഗ്നേഷൻ, അല്ലെ? ഡെസിഗ്നേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജോയിനിങ് ഓർഡറിനെ സംബന്ധിച്ച് ഓർത്തിരിക്കുക കേട്ടോ. പരമാവധി അതിന്റെ ഒതന്റിസിറ്റി ഉറപ്പുവരുത്താനായിട്ട് എന്ത് ചെയ്യാം, സ്വന്തം ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതായിരിക്കും നല്ലത്. എങ്കിലും അതിനൊരു ഒഫീഷ്യൽ ഫോർമാറ്റ് അവിടെ പറയുന്നത്. സോ നമുക്ക് ഫോർമാറ്റ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ഫോർമാറ്റ് നോക്കിയേ. ജോയിനിങ് ഓർഡർ ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയർമാനെയാണ് കേട്ടോ അഡ്രസ് ചെയ്തിരിക്കുന്നത്, ചെയർമാനെയാണ്. അതിപ്പോ ആ ഒരു ഹോസ്പിറ്റൽ അഡ്വൈസ് ചെയ്യും ആര് അഡ്രസ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഹോസ്പിറ്റൽ പറയും, അതനുസരിച്ച് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ചെയർമാനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ടു ദ ചെയർമാൻ, ABA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേരള, ത്രൂ ദ ജനറൽ മാനേജർ ഹ്യൂമൻ റിസോഴ്സസ്. കണ്ടോ, അതിലൂടെയാണ് ചെയർമാനിലോട്ട് അത് സബ്മിറ്റ് ചെയ്തത്? ത്രൂ ജനറൽ മാനേജർ ഓഫ് HR, അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിലൂടെ അത് ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നു? ചെയർമാനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ജോയിനിങ് ഓർഡർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡിയർ സർ, I am in talk of acceptance of the offer of appointment number of കൊടുത്തിട്ടുണ്ട് 8th 4th April 2022 and related appointment letter number dated 20th April 2022. I address Krishna Bhavan, Perivila, PO2 district. Okay, do hereby join your organization as a public relation officer. The designation ആണ് പറയുന്നത് അല്ലെ? PRO ന്റെ പോസ്റ്റിലോട്ടാണ് അതിനും തരുന്നത്. It effective from either date തൊട്ടാണ് 20th April 2022. I have carefully gone through the rules and regulations of the organization, and I assure that I shall abide by the existing and future rules and regulations of the organization. I also confirm that I shall keep the confidentiality of the official matter and shall discharge my duties to the entire satisfaction of my superiors. അദ്ദേഹം കൊടുക്കുന്ന ഒരു ജോയിനിങ് ഓർഡർ ആണ്. അതിനകത്ത് ഡെസിഗ്നേഷൻ പറയുന്നുണ്ട് PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഡേറ്റ് ഓഫ് ജോയിനിങ് അവിടെ പറഞ്ഞിട്ടുണ്ട് 20th April ആണ്. പിന്നെന്താണ് ആദ്യം പറയുന്നുണ്ട് അല്ലെ? നിങ്ങളുടെ സ്ഥാപനത്തിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഇതിനാൽ ഉറപ്പ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എനിക്ക് തരുന്ന എല്ലാ ഒഫീഷ്യൽ മാറ്റേഴ്സും ഞാൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കും. അതുപോലെ തന്നെ എന്റെ സുപ്പീരിയേഴ്സിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഡ്യൂട്ടീസുകൾ നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ആ കണ്ടന്റ് എഴുതിയിരിക്കുന്നത് കേട്ടോ. താങ്ക് യു.
പെർസ്പെക്റ്റീവ്ലി പറഞ്ഞിട്ടാണ് ആ ഒരു ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ജോയിനിങ് ഓർഡർ കേട്ടോ. ഓക്കെ, ക്ലിയർ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജോയിനിങ് ഫോർമാലിറ്റീസ്. ജോയിനിങ് ഫോർമാലിറ്റീസ് നമ്മളൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജോയിനിങ് ഫോർമാലിറ്റീസ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബിഫോർ സ്റ്റാർട്ടിങ് എ ജോബ് അല്ലെ? ഒരു ജോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ജോയിനിങ് ഫോർമാലിറ്റീസ് അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കും. എന്താണ് ജോയിനിങ് ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. നമ്മള് റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് അത് കഴിയുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, ഓഫർ തരുന്നു, നമ്മൾ ജോയിനിങ് ഓർഡർ വെച്ച് സബ്മിറ്റ് ചെയ്യുന്നു അല്ലെ? ഇതൊക്കെ നടക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്തും കൂടെ കഴിയണം? നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടെ അതിന്റെ ഒപ്പം നടത്തണം അല്ലെ? ഏതെങ്കിലും മെഡിക്കൽ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ അതൊക്കെ ജോയിനിങ് ഫോർമാലിറ്റീസിൽ വരുന്ന കാര്യമാണ്. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം ജോയിനിങ് ഫോർമാലിറ്റീസ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ജോയിനിങ് ഫോർമാലിറ്റീസ് ഇസ് ആൾസോ നോൺ ആസ് എന്തെന്നും അറിയപ്പെടുന്നു? പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. ഇതാണ് പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. എംപ്ലോയ്മെന്റിന് മുൻപായിട്ട് നടത്തുന്ന വെരിഫിക്കേഷൻ. ക്ലിയർ? അപ്പൊ ജോയിനിങ് ഫോർമാലിറ്റീസ് ഇസ് ആൾസോ കോൾഡ് പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻസ് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി once the joining order is obtained from the aspirant, that means candidate, issuance of appointment order may be extended for a further period of 1 week to 1 month based on the completion of all the other joining formalities. നമ്മളൊരു ഓഫർ കൊടുക്കും അല്ലെ? അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കും. എന്നിട്ട് അപ്പോയിന്റ്മെന്റ് ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ടാണ് അവരൊരു ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്തത്. അതറിയാം നമുക്ക്. അപ്പോയിന്റ്മെന്റ് ഓഫറേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. എന്ത് കൊടുത്തിട്ടില്ല? അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മൾ കൊടുത്തിട്ടില്ല. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ് എന്ത്? ജോയിനിങ് ഫോർമാലിറ്റീസ്. അതായത് ഓഫർ കൊടുക്കും, അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം, അത് അറിയിച്ചുകൊണ്ടുള്ള ഒരു ജോയിനിങ് ഓർഡർ അവർ തരും. ഈ ജോയിനിങ് ഓർഡർ തന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? ജോയിനിങ് ഫോർമാലിറ്റീസ് ആണ് നടത്തുന്നത്. അതുകൂടി കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്തായിരിക്കുള്ളൂ? അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. നമ്മൾ ഈ ഒരു ജോയിനിങ് ഓർഡർ അവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിപ്പോയി നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുകയല്ല. ചിലപ്പോൾ വീണ്ടും അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാൻ ഒരു പക്ഷേ ചിലപ്പോ ഒരാഴ്ചയോ ചിലപ്പോ ഒരു മാസമോ ഒക്കെ എടുത്തേക്കാം. എന്തുകൊണ്ടാണ്? അതിന് മുൻപായിട്ട് എന്ത് കാര്യം കൂടെ ചെയ്യണം? ജോയിനിങ് ഫോർമാലിറ്റീസ് അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ബേസ്ഡ് ഓൺ ദ കംപ്ലീഷൻ ഓഫ് ഓൾ അതർ ജോയിനിങ് ഫോർമാലിറ്റീസ് അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. It is otherwise termed as pre-employment verification. അതിനെ നമുക്ക് pre-employment verification എന്ന് പറയാം. ഓക്കെ, എന്തൊക്കെയാണ് pre-employment verification? അതിൽ ജോയിനിങ് ഫോർമാലിറ്റീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ചെയ്ത് വെക്കാം. വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ്, അവരുടെ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻസ്, വെരിഫിക്കേഷൻസ് ഓഫ് ടെസ്റ്റിമോണിയൽസ്, അതായത് അവരുടെ സാക്ഷ്യപത്രങ്ങൾ, അതിന് എന്തെങ്കിലും റെഫറൻസോ റെക്കമെൻഡേഷനോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ടെസ്റ്റിമോണിയൽസിന്റെ വെരിഫിക്കേഷൻ. ആരെങ്കിലും റെക്കമെൻഡേഷനിലൊക്കെയാണ് റെഫറൻസിലൊക്കെയാണ് വന്ന് ജോലിക്ക് വരുന്നതെങ്കിൽ അതാണ് അവരുടെ സാക്ഷ്യപത്രം അല്ലെ? വെരിഫിക്കേഷൻ ഓഫ് ടെസ്റ്റിമോണിയൽസ്. പിന്നെ ഒരു ഫോം ഇട്ട് കൊടുക്കണം കേട്ടോ. വെരിഫിക്കേഷൻ ഓഫ് ലാസ്റ്റ് ഡ്രോൺ സാലറി. അതുപോലെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവര് എന്താണ് ലാസ്റ്റ് വാങ്ങിയ അവരുടെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ. അതുപോലെ തന്നെ എന്താണ് സാലറി, ലാസ്റ്റ് ഡ്രോൺ സാലറി. പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ ചെക്കപ്പ് കേട്ടോ. പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ ചെക്കപ്പ്. ചില ജോലികൾക്കൊക്കെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ കാര്യങ്ങള് മെഡിക്കൽ ചെക്കപ്പ്. പിന്നെ പ്രീവിയസ് എംപ്ലോയർ വെരിഫിക്കേഷൻ. അതായത് അവര് മുൻപ് ജോലി ചെയ്ത സ്ഥലത്തെ എംപ്ലോയറിന്റെ ആ ഒരു വെരിഫിക്കേഷനും കൂടെ. അതായത് അവർ മുൻപ് ജോലി ചെയ്ത എംപ്ലോയറിന്റെ അടുത്ത് നമ്മൾ അന്വേഷിക്കും ഈ വ്യക്തി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അതാണ് പ്രീവിയസ് എംപ്ലോയർ വെരിഫിക്കേഷൻ. എംപ്ലോയർ എന്ന് വെച്ചാൽ തൊഴിലുടമയാണ് കേട്ടോ. അതായത് നമ്മുടെ കാൻഡിഡേറ്റ് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ തൊഴിലുടമകളുമായിട്ടും അവിടെ നമ്മൾ വെരിഫിക്കേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് പേഴ്സണൽ വെരിഫിക്കേഷൻ, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്?
ജോയിനിങ് ഫോർമാലിറ്റീസ് അഥവാ പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആണ് വരുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ്, വെരിഫിക്കേഷൻ ഓഫ് ടെസ്റ്റിമോണിയൽസ്, വെരിഫിക്കേഷൻ ഓഫ് ലാസ്റ്റ് ഡ്രോൺ സാലറി, പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ ചെക്കപ്പ്, പ്രീവിയസ് എംപ്ലോയർ വെരിഫിക്കേഷൻ ആൻഡ് പേഴ്സണൽ വെരിഫിക്കേഷൻസ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻസിൽ ഉൾപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ജോയിനിങ് ഫോർമാലിറ്റീസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് ചോദിച്ചാൽ ഇതൊക്കെയാണ് ആൻസർ ആയിട്ട് പറയുന്നത് കേട്ടോ. അതിനുശേഷമാണ് പിന്നെന്താണ് ഇൻഡക്ഷൻ പ്രോഗ്രാം സെക്ഷൻ വൈസ്. അത് വേണ്ട കേട്ടോ, വേറൊന്നുമല്ല. ഇൻഡക്ഷൻ പ്രോഗ്രാം മീൻസ് എന്താണ്? ഇൻഡക്ഷൻ മീൻസ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻട്രൊഡ്യൂസിങ് എൻ എംപ്ലോയി ഇൻ ടു ദ ഓർഗനൈസേഷൻ. നമ്മളൊരു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു എംപ്ലോയിനെ എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മുടെ സ്ഥാപനത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഉടനടി അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുവോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? ജോയിനിങ് ഫോർമാലിറ്റീസ് നടത്തണം, അഥവാ പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ നടത്തണം. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുള്ളൂ? അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ നോക്കാം. അപ്പോയിന്റ്മെന്റ് ഓർഡർ അഥവാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓർഡർ അഥവാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ന് നമുക്ക് അതിനെ പറയാം കേട്ടോ. സ്പെസിമെൻ ഓഫ് എൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. സ്പെസിമെൻ ആണ് പറയുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് ഏതുപോലെ തന്നെയാണ്? അപ്പോയിന്റ്മെന്റ് ഓഫർ പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഓഫർ പഠിച്ചില്ലേ? ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചില്ലേ? 19ഓളം ക്ലോസുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോയിന്റ്മെന്റ് ഓർഡറിലും വരുന്നത്. സെയിം അതേ ക്ലോസുകൾ അതേപോലെ തന്നെ ഇതിനകത്തും വരുന്നുണ്ട്. ഞാൻ വീണ്ടും അത് വായിച്ച സമയം കളയുന്നില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകാന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ എക്സ്പ്ലനേഷന്റെ ആവശ്യം നിങ്ങൾക്ക് തോന്നുന്നില്ല. കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്പെസിമെൻ ഓഫ് എൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്, സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്, കൺഫേംഡ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഫോർ ദ പോസ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ, റെഫറൻസ് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് നമ്പർ, ഡേറ്റ് ഇട്ടത്. Dear Mr. or Mrs. Velikumar, good day. Subsequent to your acceptance of our offer, we have the pleasure to appoint you in our state hospital on the following terms and conditions, and we wholeheartedly welcome you to be a part of the AIMS family. അദ്ദേഹത്തിന് പറയാണ് നിങ്ങളുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനാണ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ് എന്നുള്ള രീതിയിൽ ആ കണ്ടന്റ് എഴുതിയിരിക്കുന്നത്. ഇനി പറയുന്നത് ആ ക്ലോസുകളാണ്. ആ ക്ലോസുകൾ അപ്പോയിന്റ്മെന്റ് ഓഫറിൽ പറഞ്ഞ സെയിം ക്ലോസുകൾ തന്നെയാണ്. ഓക്കെ, അതിന് വായിക്കണോ? വായിക്കണോ ഇനി? ഓക്കെ, വായിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കി. ഒരു 3 minutes ഞാൻ തരാം. സെയിം പോയിന്റുകൾ തന്നെയാണ്. അതൊന്ന് വായിച്ചു പോവാ കേട്ടോ. Appointment will be effective from the date of joining our organization. You will have to submit joining order accepting the terms and condition of employment. The same ക്ലോസുകളാണ്. അതുപോലെ you will be initially designated as. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിലാണെങ്കിലും അപ്പോയിന്റ്മെന്റ് ഓർഡറിലാണെങ്കിലും എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സാലറിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പ്രൊബേഷൻ പീരീഡിനെ പറ്റി പറയുന്നത് എല്ലാം അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ കോഡ് ഓഫ് കണ്ടക്ട്, എങ്ങനെ ആ ഒരു സ്ഥാപനത്തിൽ ബിഹേവ് ചെയ്യണം, ഡ്രസ് കോഡ്, എല്ലാത്തിനെയും പറ്റിയിട്ടും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അപ്പോയിന്റ്മെന്റ് ഓഫറിലും പറയുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ് ഓർഡറിനകത്തും സെയിം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കണ്ടോ, യു വിൽ ബി പെയ്ഡ് കൺസോളിഡേറ്റഡ് സാലറി, സാലറിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ യു വിൽ ബി പ്രൊബേഷനെ പറ്റി പറയുന്നുണ്ട്, പ്രൊബേഷൻ പീരീഡ് ഓഫ് 6 months. ഇതൊക്കെ സെയിം കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിപ്പോ ഏതെങ്കിലും പോയിന്റുകൾ ആർക്കെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് പറയാം കേട്ടോ. മിസ് ഇത് വായിക്കാത്തത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോയിന്റ്മെന്റ് ഓഫറിലെ സെയിം ക്ലോസുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേറെ എടുത്ത് പറയാറുള്ളത് കേട്ടോ. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ എല്ലാവരും?
സെയിം ക്ലോസുകളാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ ശരി, അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പ്രൊബേഷൻ പീരീഡ് ആണ് കേട്ടോ. പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിങ് പീരീഡ് അല്ലെ? ട്രെയിനിങ് പീരീഡ് ആണ്. നമ്മൾ ജോലിയിൽ കയറുന്ന സമയത്ത് ഉടനടി നമ്മൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ് അവിടെ കൺഫേം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ആദ്യം ഒരു പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും, ഒരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. ഏതൊരു സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊബേഷൻ പീരീഡ് സമയത്ത് എപ്പോഴും വളരെ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യട്ടെ. പരമാവധി ലീവുകളോ കാര്യങ്ങളോ എടുക്കരുത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ പെർഫോം ചെയ്യണം. കാര്യം എന്താണ്? ആ സമയത്ത് നമ്മളെ ക്ലോസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ പെരുമാറ്റങ്ങള്, നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ അപ്പോയിന്റ്മെന്റ് അവിടെ കൺഫേം ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് പീരീഡ് ആണ്. അതോടൊപ്പം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡ് അല്ലെ? ശരി, അപ്പൊ നമുക്ക് അത് വായിക്കാം. പ്രൊബേഷൻ പീരീഡ് കേട്ടോ. നോക്കാം. The probation period indicates that the staff joining as per the appointment order will be initially closely monitored by the management for evaluating the possibility of confirming their appointment. ആ ഫുൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് പ്രൊബേഷൻ പീരീഡ് എന്നാണ് അവിടെ പറയുന്നത്. എന്താണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാല് ഒരു അപ്പോയിന്റ്മെന്റ് അല്ലെ, അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈപ്പറ്റിയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന്റെ ആ ഒരു നിയമനം അല്ലെ, അവരുടെ ആ ഒരു നിയമനം അത് എന്താണ് കൺഫേം ചെയ്യുന്നതിനായിട്ടുള്ള എന്താണ് ആ ഒരു പോസിബിലിറ്റി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് തുടക്കത്തില് നമ്മൾ ആ ഒരു കാൻഡിഡേറ്റിനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആ ഒരു പീരിയഡ് അല്ലെ, ആ ഒരു കാലയളവ് ഈസ് കോൾഡ് പ്രൊബേഷൻ പീരീഡ് അല്ലെ. ട്രെയിനിങ് പീരീഡ് ആണ് അല്ലെ. അപ്പോയിന്റ്മെന്റ് ഓർഡർ അനുസരിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിനെ അവരുടെ അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ അവരെ ക്ലോസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ആ ഒരു കാലയളവ് അല്ലെ, അതാണ് എന്ത് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ അത് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഈ പ്രൊബേഷൻ പീരീഡിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ക്ലോസിൽ പറയുന്നുണ്ട് അല്ലെ. ഏതായിരുന്നു ക്ലോസ് നമ്പർ 5 അല്ലെ? നമ്മൾ കണ്ട സ്പെസിഫിക്കിനകത്ത് 5ാമത്തെ ക്ലോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട? സെയിം ക്ലോസിൽ അതിൽ പറയുന്നുണ്ട്, പ്രൊബേഷൻ പീരീഡിനെ പറ്റി പറയുന്നുണ്ട്. ക്ലോസ് നമ്പർ 5 ഓഫ് ദ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പറയുന്നുണ്ട് യു വിൽ ബി ഓൺ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് 6 months from the date of joining. On the completion of 6 months, your performance will be evaluated as per the HR policy and your services will be confirmed as per the decision of the management. പറയുന്നുണ്ടല്ലോ 6 മാസത്തേക്ക് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിലായിരിക്കും. 6 മാസം കഴിഞ്ഞതിന് ശേഷം HR പോളിസി അനുസരിച്ച് നിങ്ങളുടെ പെർഫോമൻസ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുകയും മാനേജ്മെന്റിന്റെ തീരുമാനത്തിനനുസരിച്ച് നിങ്ങളുടെ സർവീസ് അവിടെ കൺഫേം ചെയ്യുകയും ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർക്കാം, ഇപ്പൊ എല്ലാവർക്കും ഒരേ പ്രൊബേഷൻ പീരീഡ് ആണെന്നില്ല കേട്ടോ. ചില സ്ഥലത്ത് 6 മാസമാവാം, ചിലയിടത്ത് 3 മാസമാവാം, ചില സ്ഥലങ്ങളിലൊക്കെ 1 വർഷം വരെയൊക്കെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ കാൻഡിഡേറ്റിനെ ക്ലോസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് കേട്ടോ, അടുത്ത പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. During the probation period, the company monitors your capability to undertake the given task. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്രൊബേഷൻ സമയത്ത് നമ്മൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വ്യക്തിക്ക് ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള അവരുടെ ആ ഒരു കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കമ്പനി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രൊബേഷൻ പീരീഡിൽ മോണിറ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇനി പറയുന്നതൊക്കെ ആൻസർ ആണ് കേട്ടോ. ഇതൊക്കെ നോക്കി, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ കേപ്പബിലിറ്റി, ലീഡർഷിപ്പ്, ടീം വർക്ക്, ഡോക്യുമെന്റേഷൻ, interaction with the colleagues,
subordination with the superiors will be assessed in its full swing. കേട്ടോ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് പ്രൊബേഷൻ പീരീഡില് നമ്മളൊരു കാൻഡിഡേറ്റിനെ ഇതൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കുന്നുണ്ട്, അവരുടെ കേപ്പബിലിറ്റി നോക്കുന്നുണ്ട്, ലീഡർഷിപ്പ് നോക്കുന്നുണ്ട്, ടീം വർക്ക്, ഒരു ടീമായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതുപോലെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനും റിപ്പോർട്ട് ചെയ്യാനുള്ള അവരുടെ കഴിവ് അല്ലെ, അതുപോലെ ഇന്ററാക്ഷൻ വിത്ത് കൊളീഗ്സ്, അവരുടെ കൊളീഗ്സുമായിട്ടുള്ള അവരുടെ ഒരു കോർഡിനേഷൻ അല്ലെ, പിന്നെന്താണ് സബോർഡിനേഷൻ വിത്ത് സുപ്പീരിയേഴ്സ്, സുപ്പീരിയർ ഓഫീസേഴ്സുമായിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയുക കൊളാബറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ സ്വിംഗിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അസസ് ചെയ്യുന്നുണ്ട് അല്ലെ, വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, ഇനിയോ if the management feels that the right talent was taken for the right time, the right time, the right career awaits. അപ്പോ മാനേജ്മെന്റിന് ഇതിന് മോണിറ്റർ ചെയ്യുമ്പോൾ മാനേജ്മെന്റിന് തോന്നുകയാണ് കാൻഡിഡേറ്റ് അദ്ദേഹം ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ബ്രൈറ്റ് കരിയർ അവിടെ ഉണ്ടാവും. അതിനെന്താണ് നല്ലൊരു കരിയർ അവർക്ക് അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. ഇനിയോ the final assessment of the staff is professionally evaluated through a performance appraisal. Golden ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ സെന്റൻസ് the final assessment of the staff is professionally evaluated through എന്തിലൂടെയാണ് evaluate ചെയ്യുന്നത്? through a performance appraisal. ഇതാണ് പെർഫോമൻസ് അപ്രൈസൽ. നമ്മള് ട്രെയിനിങ് സമയത്ത് ക്ലോസ് ആയിട്ട് റെഗുലർ ആയിട്ട് അതിനോടൊപ്പം നമ്മൾ മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്, അവിടെ അസസ്മെന്റ് നമ്മൾ നടത്തുന്നുണ്ട്. അവസാനം ഫൈനൽ അസസ്മെന്റ് ആ ഒരു സ്റ്റാഫിന്റെ ഫൈനൽ അസസ്മെന്റ് നമ്മൾ പ്രൊഫഷണലി നടത്തുന്നത് എന്തിലൂടെയാണ്, അല്ലെങ്കിൽ എന്തിലൂടെയാണ് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ത്രൂ എ പെർഫോമൻസ് അപ്രൈസൽ. അതാണ് പെർഫോമൻസ് അപ്രൈസൽ. Then what is meant by performance appraisal? Performance appraisal എന്ന് പറഞ്ഞാൽ is the process of evaluating the performance of an employee. അതാണ് it is the process of evaluating the performance of an employee. നമ്മളൊരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ ഫൈനൽ അസസ്മെന്റ് നടത്തും. ഈ ഫൈനൽ അസസ്മെന്റ് നമ്മൾ എന്തിലൂടെ നടത്തുന്നു? പെർഫോമൻസ് അപ്രൈസലിലൂടെ നടത്തുന്നു. എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? അതാണ് താഴെ തന്നിരിക്കുന്നത്. ഫോർ കൺഫേമിംഗ് ദ ഫോളോയിങ്. എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനാണ് നോക്കിയേ? ഫസ്റ്റ് വൺ, കൺഫർമേഷൻ ഓഫ് ജോബ്. ജോബ് കൺഫേം ചെയ്യാൻ, കൺഫേം ആണ് കേട്ടോ, FIR ആണ്, കൺഫേം ഉറപ്പുവരുത്താനായിട്ട് കൺഫർമേഷൻ ഓഫ് ജോബ്. പിന്നെ പ്രമോഷൻ, സാലറി ഇൻക്രിമെന്റ്, എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ്, ടെർമിനേഷൻ. എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ വഴിയായിട്ട് ഫൈനൽ അസസ്മെന്റ് നടത്തുന്നത്? ഒന്ന് കൺഫർമേഷൻ ഓഫ് ജോബ്, ആ ജോലിയിൽ അവരെ കൺഫേം ചെയ്യണോ എന്ന് തീരുമാനിക്കാം. പിന്നെ പ്രമോഷനെ സംബന്ധിച്ച് ഡിസിഷൻ എടുക്കാനായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് പ്രൊമോഷനോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അവരുടെ അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യുന്നത്, നല്ല പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ. അപ്പൊ പ്രൊമോഷനെ പറ്റിയിട്ട് സാലറി ഇൻക്രിമെന്റ്, നമ്മൾ അവർക്ക് ഓഫർ ചെയ്തതിനേക്കാളും കൂടുതൽ സാലറിയില് അതല്ല സാലറി ഇൻക്രീസ് അവർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് അല്ലെ. പിന്നെ എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ്, അതുപോലെ പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടയോ. ചിലപ്പോൾ പെർഫോമൻസ് വിചാരിച്ചത്ര ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അടുത്തൊരു 6 മാസത്തേക്കും കൂടെ അവരുടെ പ്രൊബേഷൻ പീരീഡ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. അപ്പൊ അങ്ങനെ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇനി അഥവാ ടെർമിനേഷൻ എന്ന് വെച്ചാൽ അവരുടെ ആ സർവീസിൽ നിന്ന് വേണ്ടാന്ന് വെക്കാം. ഒട്ടും പെർഫോം ചെയ്യാത്ത ഒരാളാണ്, വിചാരിച്ചത്ര യാതൊരു പെർഫോമൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ടെർമിനേറ്റ് ചെയ്യും അല്ലെ, പിന്നെ അവർ ആ സർവീസിൽ നിന്ന് അവർ എടുക്കില്ല. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഫൈനൽ അസസ്മെന്റ് ഇതിലൂടെ നടത്തുന്നത്, പെർഫോമൻസ് അപ്രൈസൽ വഴിയായിട്ട് നടത്തുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനാണ്? കൺഫർമേഷൻ ഓഫ് ജോബ്, പ്രൊമോഷൻ, സാലറി ഇൻക്രിമെന്റ്, എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ് ആൻഡ് ടെർമിനേഷൻ. ഇത്രയും പോയിന്റുകൾ ഓർത്തുവെക്കണം. ഓക്കെ, ക്ലിയർ ആയോ? പ്രൊബേഷൻ പീരീഡ് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങളാണ് അതില് കൺഫേം ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തു നോക്കുക. ഫൈനൽ അസസ്മെന്റ് എന്തൊക്കെ കൺഫേം ചെയ്യാനാണ് നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്തതാണ് HR അപ്രൈസൽ.
നേരത്തെ പറഞ്ഞില്ലേ നമ്മള് പെർഫോമൻസ് അപ്രൈസൽ അത് തന്നെയാണ് കേട്ടോ. HR അപ്രൈസൽ നോക്കുക. HR അപ്രൈസൽ പറയുന്നത്, HR അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിച്ചത്, ഇവാലുവേഷൻ ആണ് കേട്ടോ. ഇവാലുവേഷൻ നടത്തുന്നത് വിലയിരുത്താനുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കുക, the appraisal of the staff members is taken every 6 months for each staff member. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. നമ്മൾ ഓരോ സ്റ്റാഫിന്റെയും അപ്രൈസൽ 6 മാസം കൂടുമ്പോൾ, ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മൾ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അപ്രൈസൽ നടത്തുമെന്നാണ് പറയുന്നത്. അതിപ്പോ പുതുതായിട്ട് ഹയർ ചെയ്ത ആൾക്കാരുടെ മാത്രമല്ല, നിലവിലുള്ള സ്റ്റാഫുകളുടെ ആണെങ്കിലും നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യും, അവിടെ അപ്രൈസൽ നടത്തും. എന്നുവെച്ചാൽ അവരുടെ ഇവാലുവേഷൻ വെച്ചാൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവർ പോകുന്നുണ്ടോ എന്ന് അറിയണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും ഓരോ സ്റ്റാഫ് മെമ്പറിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്രൈസൽ നടത്തുന്നുണ്ട്. ഓക്കെ, whereas the appraisal of the new staff is initially taken just before the completion of their probation period. അതേസമയം നമ്മൾ പുതിയ സ്റ്റാഫുകളൊക്കെയാണ് വിചാരിക്കും, പുതുതായിട്ട് ഹയർ ചെയ്ത് പുതിയതായിട്ട് ജോലിക്ക് പ്രവേശിച്ചിട്ടുള്ള സ്റ്റാഫുകളാണെങ്കിൽ നമ്മള് അവരുടെ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും നമ്മൾ അവരുടെ അപ്രൈസൽ നടത്തുന്നുണ്ടാവും. അതെന്തായാലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. സോ ആ ഒരു പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ആണ് അവര് ഇനീഷ്യലി എന്ത് നടത്തുന്നത്, അപ്രൈസൽ നടത്തുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെയാണ് ന്യൂ സ്റ്റാഫിന്റെ, പുതുതായിട്ട് നിയമിക്കപ്പെട്ട സ്റ്റാഫുകളുടെ. ഇനി probation period may be 3 months, 6 months or 1 year as per the offer of appointment order. കേട്ടോ, ഇതെന്ത് പറഞ്ഞല്ലോ, പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 മാസം തന്നെ ആവുന്നില്ല, ചിലപ്പോൾ 3 മാസം ആവാം, ചിലപ്പോൾ 1 വർഷം ആവാം. അതെന്താണോ അവർ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ ഓഫറിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ഇഫ് ദ പ്രൊബേഷൻ പീരീഡ് ഈസ് 1 year for a particular employee, even then to safeguard the interest of the management, an initial appraisal will be undertaken by the HRM just before the completion of 3 months and thereafter the real assessment just before the completion of the actual probation period. എന്താണ് അവിടെ പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പുതുതായിട്ടൊക്കെ നിയമിക്കപ്പെട്ട സ്റ്റാഫുകളാണെങ്കിൽ നമ്മൾ അവരുടെ അപ്രൈസൽ നടത്തുന്നത് അവരുടെ പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും ഇനീഷ്യലി അവരുടെ എന്ത് നടത്തുന്നത്, അപ്രൈസൽ നടത്തുന്നതെന്ന് പറഞ്ഞു. ഇനി ഒരു എംപ്ലോയിയുടെ പ്രൊബേഷൻ പീരീഡ് ഒരു വർഷമാണെന്ന് ഇരിക്കട്ടെ, വലിയൊരു കാലയളവാണല്ലോ, 1 വർഷമാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആ മാനേജ്മെന്റിന്റെ താല്പര്യമാണ് ഒരു പക്ഷെ എന്താണ്, ഒരു 3 മാസങ്ങൾ കഴിയുമ്പോഴേ അവർക്ക് എന്ത് നടത്താവുന്നതാണ്, അപ്രൈസൽ നടത്താവുന്നതാണ്. സാധാരണഗതിയിൽ പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയാൽ മതി. ശരിക്കും പറഞ്ഞ 1 വർഷം ഉണ്ടെങ്കിൽ 1 വർഷം കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്താൽ മതി, അവരുടെ അപ്രൈസൽ നടത്തിയാൽ മതി. പക്ഷെ എന്താണ്, മാനേജ്മെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ അപ്രൈസൽ വേണമെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ അവർക്ക് ഒരു അപ്രൈസൽ നടത്താവുന്നതാണ്. അതിനുശേഷം റിയൽ അസസ്മെന്റ് എപ്പോ നടത്താം, അവരുടെ ആക്ച്വൽ പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ റിയൽ അസസ്മെന്റ് നടത്താം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ടായിരിക്കും. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 വർഷമൊക്കെ പ്രൊബേഷൻ പീരീഡ് ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ 1 വർഷം മുഴുവൻ അവരെ എന്താണ് ഇവാലുവേറ്റ് ചെയ്ത് അവസാനം നമ്മൾ അവരെ എന്താണ് അപ്രൈസൽ കൊടുക്കുമ്പോ ഇപ്പൊ വേണ്ടത്ര രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 1 വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ വേസ്റ്റ് ആണ് അല്ലെ. അതേസമയം നമ്മള് ഒരു 3 മാസമൊക്കെ കൂടുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവർ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, അവര് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവര് നമ്മുടെ ഓർഗനൈസേഷന് നല്ലൊരു അസറ്റ് ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തുടക്കം തന്നെ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ചിലപ്പോൾ അവരുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ ഈ 1 വർഷം വരെ കാത്തിരുന്നിട്ട് അവസാന അപ്രൈസൽ കൊടുക്കുമ്പോൾ അത്രയും നമുക്ക് സമയവും റിസോഴ്സസ് ഒക്കെ നഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ എന്ത് ചെയ്യാം, മാനേജ്മെന്റിന്റെ താല്പര്യം അനുസരിച്ച് അവർക്ക് ഇനീഷ്യൽ അപ്രൈസൽ ഒരു 3 മാസം കഴിയുമ്പോൾ ഒന്ന് നടത്താം. അതിനനുസരിച്ച് അവർക്ക് അസസ് ചെയ്യാനും എളുപ്പമായിരിക്കും, കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ഈ ഒരു കാൻഡിഡേറ്റ് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് കുറെ കൂടെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് തീരുമാനിക്കാനും അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് അവർക്ക് എടുക്കാനും സാധിക്കും. ഓക്കെ, അങ്ങനൊരു കാര്യം ഉണ്ടെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ഇഫക്ട്സ് ഓഫ് ദ HR അപ്രൈസൽ. HR അപ്രൈസലിന്റെ ഇഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവാം, നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവാം. നമുക്കറിയാലോ,
ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെർഫോമൻസ് മോശമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പെർഫോമൻസ് സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. അതിൽ പിന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് അവിടെ കൺഫേം ചെയ്യില്ല, അവരെ മിക്കവാറും ടെർമിനേറ്റ് ചെയ്യും. അല്ലാത്ത പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ പെർഫോം ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മേ ബി അവർക്ക് പ്രൊമോഷൻ വരെ കിട്ടാം, സാലറി ഇൻക്രീസ് വരെ അവർക്ക് ലഭിച്ചേക്കാം അല്ലെ. അത് തന്നെയാണ് അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് അപ്രൈസൽ ഹാഡ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. If an appraisal is up to the mark and above the expectation of the management, their appointment can either be confirmed in exceptional cases, a special increment, and in some exceptional cases a promotion also. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതായത് അവരുടെ ആ ഒരു അപ്രൈസൽ നടത്തിയപ്പോ അവരുടെ പെർഫോമൻസ് പ്രതീക്ഷകൾക്ക് അപ്പുറത്താണെങ്കിൽ മാനേജ്മെന്റിൽ എന്ത് ചെയ്യും, എന്തായാലും അവരുടെ അപ്പോയിന്റ്മെന്റ് അവിടെ കൺഫേം ചെയ്യുന്നത് മാത്രമല്ല, ചിലപ്പോൾ എക്സെപ്ഷണൽ കേസസിൽ അവർക്ക് ഒരു സ്പെഷ്യൽ ഇൻക്രിമെന്റ് വരെ ലഭിക്കുന്ന പറയണേ. ചിലപ്പോൾ വിചാരിച്ച ഡെസിഗ്നേഷനേക്കാളും ഒരു ഉയർന്ന പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അതിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയാവാം, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ആണ്. നെഗറ്റീവ് ഇഫക്റ്റ് നമ്മൾ പറയേണ്ട കാര്യമില്ല, അറിയാലോ. ഇത് അവരുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒരു പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വിടും. എന്നിട്ടും അവരുടെ പെർഫോമൻസ് നിലവാരം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും എന്ത് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. അത് നെഗറ്റീവ് ഇഫക്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. ഇത് പഠിച്ചു വരുന്ന എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? നമുക്കിതിപ്പോ പഠിച്ചു കഴിഞ്ഞപ്പോ ഏകദേശം നമുക്കൊരു HR പ്രോസസ്സും റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയാണ് അല്ലെ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ. ഒരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂ സംബന്ധമായിട്ട് അല്ലെ, ഈ പറയുന്ന HR പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഐഡിയ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചപ്പോ കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ, കുറച്ച് കണ്ടന്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ സ്പീഡ് കൂടുതലുണ്ടോ ആവുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോവാൻ പറ്റണം കേട്ടോ. നിങ്ങൾക്ക് അതായത് സ്പീഡ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മൊഡ്യൂൾ 5 ഈ ഒരു ചാപ്റ്റർ ആണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് തീർന്നിട്ടുണ്ട് കേട്ടോ, അത് ഫിനിഷ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് 6th മൊഡ്യൂളിലേക്ക് പോകാം കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് 6ാമത്തെ മൊഡ്യൂളിലേക്കാണ് കേട്ടോ. 6ാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. 6ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് മെറ്റീരിയൽ മാനേജ്മെന്റ് കേട്ടോ. ഒന്ന് എടുത്ത് വെച്ചേക്കണേ. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ, മെറ്റീരിയൽ മാനേജ്മെന്റ്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മൊഡ്യൂൾ 6 കേട്ടോ. മൊഡ്യൂൾ 6 കടക്കാണ്. മൊഡ്യൂൾ 6 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 1 മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും അല്ലെ. ഡിപ്ലോമയ്ക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. മെറ്റീരിയൽ മാനേജ്മെന്റ് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടാണ് പൊതുവെ എല്ലാവരും പറയാറ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെയാണ് പറയാറ് കേട്ടോ. അപ്പോ മെറ്റീരിയൽ മാനേജ്മെന്റ് കുറച്ചും കൂടെ ആണ് അല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ബോറിംഗ് അല്ല തോന്നുന്നു. PG-യിലെ മെറ്റീരിയൽ മാനേജ്മെന്റ് അത്രയ്ക്ക് ബോറിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആവുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ പഠിക്കാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് വലിയ ചാപ്റ്റർ ആണ് കേട്ടോ, വലിയ ചാപ്റ്റർ ആണ്. അതിന്റെ തുടക്കം കുറച്ച് ഭാഗങ്ങളെത്തില്ലേ, അതായത് ഒരു 5-6 ആദ്യത്തെ ഒരു 6-7 പേജ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ബോറിംഗ് ആണ്, കുറച്ച് ബോറിംഗ് ആണ്. പിന്നെ ഒരു പകുതി തന്നെ, പകുതിക്ക് മുമ്പ് തന്നെ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് ഈസിയാണ്. ഈസിന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ പർച്ചേസ് ഓർഡർ ഒക്കെ നമ്മള് ഡിപ്ലോമയ്ക്കകത്ത് പഠിച്ചിട്ടില്ലേ, പർച്ചേസ് ഓർഡറും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് പിന്നെ വരുന്നത്. പിന്നെ നമ്മളൊരു വെണ്ടറിനെ, വെണ്ടറാണ് സപ്ലയർ അല്ലെ, ആ ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ സൈക്കോളജിക്കലായിട്ടും
അല്ലാതെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഡിപ്ലോമയുടെ വിഷയം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ബോറാകാൻ വഴിയില്ല കേട്ടോ. അപ്പോ ബോറാണെങ്കിൽ തന്നെ നമുക്ക് ബോറാക്കാതെ ക്ലാസ് കൊണ്ടുപോകാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇടയ്ക്ക് ബോറടിക്കാണെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്ന് ദൈവത്തേക്ക് വിടാം. ഓക്കെ, അപ്പൊ ശരിയല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 1, മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. അപ്പോ എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇതല്ലേ പറയാ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മേജർ കോസ്റ്റ് ഫാക്ടർ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചത്. ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, മിസ്സാണ് പഠിപ്പിച്ചത്. ശരി ശരി, ഞാനാണ് പഠിപ്പിച്ചത്. അപ്പോ എന്താണ് മെറ്റീരിയൽസ്? നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ് ആണ് മേജർ കോസ്റ്റ് ഫാക്ടർ. കാര്യം എന്താണ്? നമ്മള് ഈ പറയുന്ന മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു 40% നമ്മൾ മെറ്റീരിയൽസിന് വേണ്ടി മാറ്റി വെക്കുന്നത് അല്ലെ. അത്ര ഇമ്പോർട്ടന്റ് ആണ് ഒരു മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് സപ്ലൈസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലിന് സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുന്നില്ല, ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചും എന്താണ് അവിടെ വരുന്ന മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് സപ്ലൈസ്, അതിന്റെയൊക്കെ ആ ഒരു ഫ്ലോ അല്ലെ, അതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാം, പ്ലാൻ ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം. ആ ഒരു അതാണ് മൊത്തത്തിൽ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ് the flow of materials, goods and supplies within the organization. അല്ലെ, ആ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള മെറ്റീരിയൽസിന്റെയും മറ്റ് ഗുഡ്സ് ആൻഡ് സപ്ലൈസിന്റെയും സർവീസസിന്റെയും ഒക്കെ ആ ഒരു എന്താണ് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കൺട്രോളിങ്ങും എന്നിട്ട് അതിന്റെ ഫ്ലോ വളരെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെ. ദാറ്റ് ഈസ് കോൾഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഇനി നമ്മൾ ഒരു ഹോസ്പിറ്റൽ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ഹോസ്പിറ്റൽ കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കും അവിടുത്തെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ, മെഡിക്കൽ സപ്ലൈസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ മെറ്റീരിയൽസ് അതൊക്കെയാണ് അല്ലെ. മെഡിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ സപ്ലൈസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഈ പറയുന്ന സംഭവങ്ങളുടെയൊക്കെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും അതിന്റെ കൺട്രോളിങ്ങും ഇതൊക്കെയാണ് എന്ത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പ്രോക്യൂർമെന്റ് അല്ലെ, സ്റ്റോറേജ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് ഇവിടെ ആദ്യം തന്നെ തുടക്കം നമ്മൾ പഠിക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റില് ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് അറിയോ? ഇന്റേണൽ ഓഡിറ്റ് ആണ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്? ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഒരു ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ടാണ്. ശരിക്കും എന്താണ് ഓഡിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ നടത്താറില്ല, ഓഡിറ്റിംഗ് ആണെന്നൊക്കെ പറയില്ലേ. നമ്മൾ എന്തിനാ ഓഡിറ്റ് എന്ന് പറയുന്നത്? നമുക്ക് മനസ്സിലാവും, ഒരു കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടത്താറില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റ് നടത്തുന്നത്? ഓഡിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ആ ഒരു സ്ഥാപനം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെ, അതിന്റെ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി അറിയാനാണ്. അതിനകത്ത് എന്തും വരുന്നുണ്ട്, ഈ പറയുന്ന മെറ്റീരിയൽസ് മാനേജ്മെന്റും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇത് പറഞ്ഞ മെറ്റീരിയൽ മാനേജ്മെന്റ് മാത്രമല്ല അതിനകത്ത് വരുന്നത്, ആ ഒരു സ്ഥാപനത്തിൻ്റെതായ പ്രവർത്തനങ്ങളും അവിടുത്തെ പ്രോസസ്സുകള്, അവിടുത്തെ ആക്ടിവിറ്റീസ്, അവിടുത്തെ സംവിധാനങ്ങള് അല്ലെ, അതിന്റെയൊക്കെ ഒരു അസസ്മെന്റ് ആണ് നമ്മൾ ഇതിലൂടെ നടത്തുന്നത്, ഓഡിറ്റിങ്ങിലൂടെ നടത്തുന്നത്. അങ്ങനെ നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോഴാണ് നമുക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ നമുക്ക് നടത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള സജഷൻസുകൾ നമുക്ക് നമ്മുടെ ഗവേണിംഗ് ബോഡീസിന് കൊടുക്കാനായിട്ട് സാധിക്കും.
അല്ലെ? അങ്ങനെ കൊടുത്തിട്ടാണ് ഗവേണിംഗ് ബോഡീസ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ്, അവരാണല്ലോ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് നയിച്ചു പോകുന്നത്. അപ്പൊ അവരെന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവർ ആ ഒരു സ്ഥാപനത്തിനെ മുന്നോട്ട് നയിക്കുന്ന ആളുകളാണ് ടോപ്പ് മാനേജ്മെന്റ്, അല്ലെ? സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ ഗവേണിംഗ് ബോർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ സ്ഥാപനത്തിന് മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ആ സ്ഥാപനത്തിന്റെ ഏറ്റവും താഴെ തലങ്ങളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അവർക്ക് അറിയണമെങ്കിൽ ഓഡിറ്റിങ്ങിലൂടെയാണ് അത് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? ഓഡിറ്റ് നടത്തി അതിന്റെ റിപ്പോർട്ടും അതിൽ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇവർക്ക് സബ്മിറ്റ് ചെയ്യും, ഗവേണിംഗ് ബോഡീസിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നത് അപ്പോഴാണ് ആ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവിടുത്തെ ഓപ്പറേഷനിലും അവരുടെ പ്രോസസ്സും സംവിധാനങ്ങളൊക്കെ ഓക്കെയാണോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുത്ത് ആ ഒരു ഓർഗനൈസേഷനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്, ഓഡിറ്റ് നടത്തുന്നത്, അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റിന് മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിന്റെ മാനേജ്മെന്റിന്റെ കാര്യങ്ങളും അതിന്റെ പ്രോസസ്സുകളും അതിന്റെ സംവിധാനങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും, ഇന്റേണൽ ഓഡിറ്റിലൂടെ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം ഓർക്കാം, നമ്മൾ രണ്ട് ടൈപ്പ് ഓഡിറ്റിനെ പറ്റി ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റും ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്, ഇന്റേണൽ ഓഡിറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റും ഉണ്ട്. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്, അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെക്കിംഗ് ആണ്, അല്ലെ? നമ്മൾ എന്താ ചെയ്യുന്നത്? ചെക്കിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഹൗ എ കമ്പനി മാനേജസ് ഇറ്റ്സ് മെറ്റീരിയൽസ്, അല്ലെ? അത് മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ചെക്കിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഹൗ എ കമ്പനി മാനേജസ് ഇറ്റ്സ് മെറ്റീരിയൽസ്. ഒരു കമ്പനി അതിന്റെ മെറ്റീരിയൽസുകളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത് ചെക്ക് ചെയ്യുന്ന, റിവ്യൂ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എടുത്തു പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ എന്ന് എടുത്തു പറയാൻ കാരണം എന്താണ്? നമ്മുടെ ആ കമ്പനിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ? അത് തന്നെ, അതുകൊണ്ടാണ് കേട്ടോ ഇത് പറയുകയാണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ചെക്കിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഹൗ എ കമ്പനി മാനേജസ് ഇറ്റ്സ് മെറ്റീരിയൽസ്. കമ്പനി അതിന്റെ മെറ്റീരിയൽസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുന്ന, റിവ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്. അത്രയുള്ളൂ എന്ത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതൊന്നും പുതിയതൊന്നും അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വായിക്കാം. ഇനി വായിക്കുന്നത് മനസ്സിലാവും കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, അതിന് മെറ്റീരിയൽ മാനേജ്മെന്റ് വെച്ച കണക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്ന്, പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ഓഡിറ്റിലൂടെ അറിയാൻ പറ്റും. അത് മാത്രമാണ് അറിയാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ആ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ഓപ്പറേഷൻസും പ്രോസസ്സും സിസ്റ്റംസും ഒക്കെ നമുക്ക് അക്സസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്, ഇന്റേണൽ ഓഡിറ്റിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ, ശ്രദ്ധിച്ച് നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് is a department or an organization of people within a company. കമ്പനിക്ക് അകത്തായതുകൊണ്ടാണ് ആ പേര് ഇന്റേണൽ എന്ന് വന്നത് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് is a department or an organization of people. ഈ സമയം കഴിഞ്ഞല്ലേ? അയ്യോ, ഞാൻ സമയം പോലെ അറിയില്ല കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ടൈം ഒന്നും നോക്കിയില്ല. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് എടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോഴും ക്ലാസ് പരമാവധി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഓൺ ടൈം തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്. ഇതിൽ എത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാതെ വരില്ല എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി തന്നെ നമ്മൾ ക്ലാസ് പോകുന്നുണ്ട്. വേറൊന്നുകൊണ്ടല്ല, അത്യാവശ്യം വലിയ ചാപ്റ്ററുകൾ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ചാപ്റ്റർ അവസാനം തീരാതെ വരും. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, ഇതിനകത്ത് വേറൊരു ചാപ്റ്റർ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ്. അത് രണ്ടും എനിക്ക് തീർത്തിട്ട് വേണം മൊഡ്യൂൾ 7 പോകാനായിട്ട്. ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോവാട്ടോ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാതിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഇതോടെ ഇത്രയും ഭാഗങ്ങളൊക്കെ വായിക്കണം കേട്ടോ. വായിക്കണം, അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.